അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി ചുമതലയേറ്റു. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെൻ്റാണ്. UPSC ചെയർമാനായിട്ട് ആരാണ് നിയമിതനായത്? അജയ് കുമാർ. അടുത്ത നോക്കാം. OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ്. അപ്പോൾ OM ശാലീന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. കാരണം കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് OM ശാലീന. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. അപ്പോൾ 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130 സ്ഥാനം. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130. ഐസ്ലാൻഡാണ് 1ാം സ്ഥാനത്ത്. അടുത്ത നോക്കാം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും? മുംബൈയിലായിരിക്കും. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151 സ്ഥാനം. ഫിൻലാൻഡാണ് 1ാം സ്ഥാനത്ത്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151 സ്ഥാനം. ഫിൻലാൻഡാണ് 1ാം സ്ഥാനത്ത്. റൊമാനിയൻ പ്രസിഡൻ്റായി നിക്കുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. റൊമാനിയൻ പ്രസിഡൻ്റായി നിക്കുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. അരുണാഭ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായി. അരുണാഭ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായി. കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 1,11,111 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം
ചാരുപാറ രവിക്ക്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. പ്രഥമ ഹെർമൻ ഗുഡ്ഡട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. പ്രഥമ ഹെർമൻ ഗുഡ്ഡട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തപസ്യ കലാ സാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. തപസ്യ കലാ സാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമിറീത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമിറീത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. 51ാം വയസ്സിൽ 19 തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻറ്റൻ കൂൾ. 51ാം വയസ്സിൽ 19 തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻറ്റൻ കൂൾ. ചോൻസിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. ചോൻസിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത.